പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാങ്ങാക്കാലാണല്ലോ, നമ്മൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഈ മാങ്ങ 2 മരം ഉണ്ട് കേട്ടോ. മാങ്ങ നിറച്ചും മാങ്ങയുണ്ട്, പക്ഷേങ്കിൽ പഴുത്തിട്ടില്ല. അപ്പോൾ ഈ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ, പക്ഷേങ്കിൽ അത് നമുക്ക് അറിയില്ലായിരുന്നു, അത് മാമ്പഴ പുളിശ്ശേരിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഒരു മാങ്ങയും കുറച്ച് ചാറൊക്കെ ആക്കി തരുമ്പോൾ നമുക്ക് ഒരു മടിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മടിയായിരുന്നു കേട്ടോ. കാരണം സ്കൂളിൽ പോയിട്ട് എങ്ങനെയാണ് അത് കഴിക്കുക, അങ്ങനെ ആ ഒരു മടിയായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ആരും കൊണ്ടുവരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം ഇഷ്ടമായിരുന്നു, പക്ഷേങ്കിലും മടിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എല്ലാവർക്കും അറിയാലോ, സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാവില്ലേ. അപ്പോൾ കൊണ്ടുപോകാൻ മടിക്കുമായിരുന്നു, പക്ഷേ വീട്ടിൽ വന്നാൽ നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാക്കാന്ന്. നമ്മുടെ മരത്തത്തെ മാങ്ങയല്ല ഇത്, നമുക്കൊരു ചേച്ചി കൊണ്ടു തന്നിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവന്ന് വെച്ചപ്പോൾ തൊട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, നല്ല മണമുണ്ട്. എന്താ പറയുക, നമുക്ക് നാവിൽ വെള്ളം വരുന്ന പോലെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ നേരം ഇത് വെച്ചിരിക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്കിത് മാങ്ങയൊക്കെ നന്നായി കഴുകി എല്ലാം ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ നന്നായി വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മാങ്ങേൻ്റെ തോലൊക്കെ ഉരിക്കുന്നത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. ഫോണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു, പക്ഷേങ്കിൽ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. അത് ലാസ്റ്റ് നിമിഷം എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്തതായിരുന്നു, പക്ഷേങ്കിൽ അത് പാളിപ്പോയി. സാരമില്ല, പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാങ്ങ എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾ അതിന് വേണ്ട അരപ്പും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പിൽ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം അരപ്പിലും എൻ്റെ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. പിന്നെ പോരാത്തതിന് മാങ്ങ വേവിക്കാൻ വെച്ചപ്പോഴും ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലത്തെയും കൂടെ വെള്ളം ഒരുമിച്ചായപ്പോൾ ലേശം കറിക്ക് വെള്ളം കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക, ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഈ കറി ആയതുകൊണ്ട് ചാറിനല്ലല്ലോ നമുക്ക് പ്രാധാന്യം, നമുക്ക് ആ മാങ്ങയ്ക്കാണല്ലോ. എന്നാലും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില മാങ്ങകൾ ശരിക്കും പഴുത്തുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലുരിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ചിലതൊന്നും നന്നായി പഴുത്തുണ്ടായിരുന്നില്ല, ചിലത് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ടോട്ടൽ 6 മാങ്ങയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 3 എണ്ണം നന്നായി പഴുത്തതും ബാക്കി 3 പഴുക്കാത്ത ചെറുതായിട്ടൊന്ന് പഴുത്തത് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി വേവ് നന്നായിട്ട് വേണ്ടി വരുമല്ലോ, വെന്തുടഞ്ഞാലാണല്ലോ ടേസ്റ്റ് എന്ന് വെച്ചിട്ട് കുറച്ച് അധികം നേരം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ അരപ്പും കൂടെ ഇട്ടത്. അരപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തൈര് ഒഴിക്കാൻ മറന്നുപോയി എന്നുള്ളത്. തൈര് ഒഴിച്ചാലാണല്ലോ പുളിശ്ശേരി ആവുള്ളൂ എന്നുള്ളത് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അരപ്പിൻ്റെ കൂടെ അരയ്ക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ മറന്നുപോയതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് തൈര് എടുത്ത് ഒഴിച്ചിടും. പിന്നെ കുറച്ചെന്ന് പറയാൻ കാരണം നമ്മുടെ അടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് കുറച്ചെടുത്ത് ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിള ആ ഒരു പതഞ്ഞ് പൊങ്ങുന്ന ആ ഒരു സമയമായപ്പോഴാണ് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ഇട്ടപ്പോൾ ഏകദേശം കറി സെറ്റായതുപോലെ ആയിട്ടോ. പിന്നെ ഞാൻ അപ്പുറം ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൽ നമ്മൾ വറവിനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ വറവിടാൻ വേണ്ടി നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് പിന്നെ കടുകും പിന്നെ കറിവേപ്പില ഓൾറെഡി ഞാൻ മാങ്ങേൻ്റെ ഒപ്പം തിരുമ്മിയിട്ടായിരുന്നു കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കറിവേപ്പില ഞാൻ തിന്നില്ലെങ്കിലും എനിക്ക് കറിയിൽ കുറേ കാണുന്നത് ഭയങ്കര എന്തോ ഒരു കണ്ണിന് മനസ്സുഖമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ കറിവേപ്പില എടുത്തിട്ടു. അപ്പോൾ കറി വറവും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം നല്ലൊരു ലുക്കായി കേട്ടോ കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.